ഷോർട്ട് വീഡിയോയിൽ നമ്മൾ 4 ചോദ്യങ്ങളാണ് കുസാറ്റ് കാറ്റിന്റെ 4 ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഒരു മെട്രിക്സിനെ എപ്പോഴാണ് നമ്മൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാനുള്ളത്? ആ മെട്രിക്സിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന്. ഇനി ഒരു മെട്രിക്സിന് നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നു, അതിന്റെ സ്ക്വയർ, ക്യൂബ് അങ്ങനെ കണ്ടുപിടിച്ച് പോകുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ആ ഏത് പവർ ആണുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നിൽപൊട്ടന്റ് ഓഫ് ഇൻഡെക്സ് k എന്ന് പറയും. ഓക്കെ, അപ്പോൾ a⁴ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. ഇനിയുള്ളത് ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സിന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. ഇനി ഒരു മെട്രിക്സിന് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു. ആ കോഞ്ചുഗേറ്റ് സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന്റെ കോഞ്ചുഗേറ്റിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും. ഷോർട്ട് വീഡിയോയിൽ നമ്മൾ 4 ചോദ്യങ്ങളാണ് കുസാറ്റ് കാറ്റിന്റെ 4 ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത് ഐഡംപൊട്ടന്റ് മെട്രിക്സ്. ഒരു മെട്രിക്സിനെ എപ്പോഴാണ് നമ്മൾ ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയാനുള്ളത്? ആ മെട്രിക്സിന്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കും. ഒരു സ്ക്വയർ മെട്രിക്സിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ അതേ മെട്രിക്സ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഐഡംപൊട്ടന്റ് മെട്രിക്സ് എന്ന്. ഇനി ഒരു മെട്രിക്സിന് നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുന്നു, അതിന്റെ സ്ക്വയർ, ക്യൂബ് അങ്ങനെ കണ്ടുപിടിച്ച് പോകുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ ആ ഏത് പവർ ആണുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നിൽപൊട്ടന്റ് ഓഫ് ഇൻഡെക്സ് k എന്ന് പറയും. ഓക്കെ, അപ്പോൾ a⁴ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? നിൽപൊട്ടന്റ് മെട്രിക്സ് എന്ന് പറയും. ഇനിയുള്ളത് ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സ് എടുത്തിട്ട് ആ മെട്രിക്സിന്റെ സ്ക്വയർ നമ്മൾ കാണുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഇൻവോളണ്ടറി മെട്രിക്സ് ആണ്. ഇനി ഒരു മെട്രിക്സിന് യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയണമെങ്കിൽ ആ മെട്രിക്സിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുന്നു. ആ കോഞ്ചുഗേറ്റ് സ്ക്വയർ മെട്രിക്സ് ആണ്, അതിന്റെ കോഞ്ചുഗേറ്റിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് നമ്മൾ ആദ്യം തന്ന മെട്രിക്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും.